ഡോക്ടർ, ഇതിന്റെ രോഗകാരണം എന്താണ്? അതായത് എങ്ങനെയാണ് ഇത് പടരുന്നത്? ഇപ്പം മലിനജലത്തിലൂടെയാണ് ഇത് പടരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ്, എത്രത്തോളമാണ് ഇതിന്റെ സാധ്യതയുള്ളത്? മലിനജലത്തിൽ കൂടെ തന്നെയാണ് നെഗലേറിയ. നമുക്കിതിൽ ഞാൻ പറഞ്ഞു 5 ജീനസ് ആണുള്ളത്. ഈ 5 ജീനസിലും ഇതിൽ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, നമുക്ക് ഏറ്റവും പ്രശ്നമുള്ള പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്ന നെഗലേറിയ എന്ന അമീബയാണ്, നെഗലേറിയ ഫൗളേറി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഫ്രഷ് വാട്ടറിൽ, അതായത് അനക്കമില്ലാതെ കിടക്കുന്ന സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടറിലാണ് ഉള്ളത്. സീ വാട്ടറിൽ അത് വളരില്ല, അതായത് ഉപ്പുള്ളിടത്ത് അത് വളരത്തില്ല. ഫ്രഷ് വാട്ടർ ആയിരിക്കണം, അത് കുറച്ച് ചൂടുള്ള സ്ഥലങ്ങളിൽ. അത് ഈ ഒരു അമീബയുടെ പ്രത്യേകത, അത് തെർമോഫിലിക്കാണ്, അതായത് ചൂടിനെ സ്നേഹിക്കുന്ന തരം അമീബ. ചൂട് കൂടുന്നത് ഏകദേശം 42 ഡിഗ്രിയൊക്കെയാണ് ഇത് സർവൈവ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 45 വരെ അത് സർവൈവ് ചെയ്യാം. എന്നാൽ 20 ഡിഗ്രിക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ സിസ്റ്റ് ഫോമിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൂട്, അതായത് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ആണ് നമുക്കിപ്പോൾ കാണുന്ന ഒരു നമ്മുടെ കൂടുതൽ കേസുകളുടെ ഒരു പ്രധാന കാരണം. മൊത്തത്തിൽ ടെമ്പറേച്ചർ കൂടുന്നു, അത് കാരണം ഇതിൻ്റെ സർവൈവൽ കൂടുന്നു. അപ്പോൾ അത് കാരണം അങ്ങനത്തെ വെള്ളവുമായിട്ടുള്ള കോണ്ടാക്റ്റ് വരുന്നവർക്ക് ആ വെള്ളത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലെത്തണം. അതുള്ളതിനുള്ള മാർഗം നമ്മുടെ ശരീരത്തിൻ്റെ തലച്ചോറിൻ്റെ ഭാഗത്തൊരു ഒരു എല്ലിൻ്റെ പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്നത്. ചില ആൾക്കാരുടെ ഉള്ളിലൂടെ, എല്ലാവരിലും ഇല്ല, ചില ആൾക്കാരിലൂടെ ഇത് തലച്ചോറിനുള്ളിൽ എത്തുന്നു. അവരിൽ ഇത് അസുഖമായിട്ട് മാറുന്നു. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു കുളം നമ്മൾ എടുക്കുവാണ്, ആ കുളത്തിൽ നെഗലേറിയ ഉണ്ട്, അതിലൊരു 26 ലക്ഷം ആൾക്കാർ ആ കുളത്തിൽ ഇറങ്ങി കുളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഒരാൾക്കേ ഇത് വരാറുള്ളൂ. അതാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഉത്തരവില്ല. കാരണം പലപ്പോഴും ഈ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. പലരുടെയും ഈ എല്ലിൻ്റെ പാളികളുടെ പ്രശ്നം, പ്രത്യേകിച്ച് അത് കുഞ്ഞുങ്ങളിലാണ് കൂടുതൽ വരുന്നത്. ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ്, അവർക്കാണ് കൂടുതലായിട്ട് വരുന്നത്. ഇത് വരുന്നത് ആ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചാൽ വരില്ല, എന്നാൽ ആ വെള്ളത്തിൽ നമ്മുടെ മൂക്കിലൂടെ ആ വെള്ളം ഉള്ളിൽ കയറുകയാണെങ്കിൽ, നമ്മൾ മുങ്ങാങ്കുഴി ഇടുവാണെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണിത് മൂക്കിനുള്ളിലെത്തുകയും മൂക്കിൽ നിന്ന് ഈ ക്രിബ്രിഫോം പ്ലേറ്റ് വഴി തലച്ചോറിനുള്ളിലെത്തുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്.